Next we are going to discuss how to find the gain margin and phase margin from a polar plot. How to find gain margin and phase margin from the polar plot. Okay, so consider a polar plot of a type 1 order 3 system. Okay, the type 1 system starts from here and ends at here. So it is a type 1 order 3 minimum phase system, consists of only poles. Okay, first we need to find the gain margin. Okay, so we know that gain margin is the magnitude of g of j, reciprocal of magnitude of g of j omega at phase crossover frequency, that is 1 divided by magnitude of g of j omega at phase crossover frequency, 1 divided by modulus of g of j omega at phase crossover frequency. So first we need to find the phase crossover frequency. So phase crossover frequency is the frequency of a open loop system, frequency of open system in which phase corresponds to the minus 180 degree. So minus 180 degree corresponding ആയിട്ടുള്ള frequency ആണ് എന്ത് പറയുന്നത്? Frequency is called phase crossover frequency. So it is 0 degree, it is minus 90, it is minus 180. So ഈ polar plot minus 180 degree touch ചെയ്യുന്ന magnitude. Okay, polar plot minus 180 degree touch ചെയ്യുന്ന frequency, ആ പോയിന്റ് ഫ്രീക്വൻസി ആണ് എന്ത്? ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. നമുക്ക് ഗെയിൻ മാർജിൻ കണ്ടുപിടിക്കാൻ അവിടം വരെയുള്ള എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. സോ ഇതെന്ന് പറയുന്നത് എന്താ? റിയൽ വാല്യൂ ഓഫ് ജി ഓഫ് ജെ ഒമേഗ. ദിസ് പോയിന്റ് ഈസ് ദ ഇമാജിനറി, ദിസ് ആക്സ് ദ ഇമാജിനറി വാല്യൂ ഓഫ് ജി ഓഫ് ജെ ഒമേഗ. വി നീഡ് ദി മാഗ്നിറ്റ്യൂഡ് at phase crossover frequency. Phase crossover frequency എന്താണ്? മൈനസ് 180 ഡിഗ്രിയുടെ പ്ലോട്ട് ടച്ച് ചെയ്യുന്ന ഫ്രീക്വൻസി ആണ്. അതുവരെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ. ലെറ്റ് ഇറ്റ് ബി ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ ആൻഡ് ഗെയിൻ മാർജിൻ ഈസ് ദ 1 by that value. ഓക്കെ, അപ്പം ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാ? ആ ലോക്കസ്, അതായത് പോളാർ പ്ലോട്ട് നെഗറ്റീവ് റിയൽ ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ്. ലോക്കസ് നെഗറ്റീവ് റിയൽ ആക്സിസ്, നെഗറ്റീവ് റിയൽ ആക്സിസ് ആണ് എന്ത്? മൈനസ് 180 ഡിഗ്രി. ആ മൈനസ് 180 ഡിഗ്രി ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുവരെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ ആൻഡ് ഗെയിൻ മാർജിൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിക്കാണ് എന്ത് പറയുന്നത്? ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. അതിന് ആ മാഗ്നിറ്റ്യൂഡിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? ഗെയിൻ മാർജിൻ. സോ ഗെയിൻ മാർജിൻ ഇസ് ഈക്വൽ ടു 1 divided by magnitude of g of j omega at phase crossover frequency. അപ്പോൾ എപ്പോഴും ആലോചിക്കണം, ലോക്കസ് മൈനസ് 180 ഡിഗ്രി ടച്ച് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റിയൽ ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുവരെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ. അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? ഗെയിൻ മാർജിൻ. If the locus is not crossing this minus 180 degree, എന്താ മീനിങ്? ലോക്കസ് മൈനസ് 180 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നില്ല? ക്രോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ ഈസ് ഇൻഫിനിറ്റി. അപ്പം ഗെയിൻ മാർജിൻ എന്തായിട്ട് മാറും? ഗെയിൻ മാർജിൻ ഈസ് ഈക്വൽ ടു 1 by infinity, that is equal to 0. ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എവിടെ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആണെങ്കിൽ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് എന്താവും? ഇൻഫിനിറ്റി. സോ ഗെയിൻ മാർജിൻ ഈക്വൽ ടു 1 by infinity, that is equal to 0. അതായത് ലോക്കസ് മൈനസ് 180 ഡിഗ്രി ടച്ച് ചെയ്യാത്ത കേസ്, ടച്ച് ചെയ്യുവാണെങ്കിൽ ആ ടച്ച് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ആണ് നമ്മുടെ എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ അറ്റ് ഫേസ് ക്രോസ് ഓവർ frequency, and gain margin is equal to 1 divided by magnitude of g of j omega. Next we need to find phase margin. We know that phase margin is equal to 180 plus 5 gc. Okay, this 5 gc is the phase corresponding to omega gc. Omega gc ക്ക് corresponding ആയിട്ടുള്ള എന്താണ്? phase ആണ്. omega gc എന്ന് പറഞ്ഞാൽ എന്തിന് corresponding ആണ്? magnitude of g of j omega 1 ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ് എന്ത്? ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ആണ് എന്ത്? 5 GC. നമ്മൾ അതിന് എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 1. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത് എന്താണ്? 1 റേഡിയസ്, ഇതിലെ ഈ ഗ്രാഫിൽ എവിടെയാണോ 1 അത് റേഡിയസ് ആയിട്ട് എന്ത് ചെയ്യുക? ഡ്രോ എ സർക്കിൾ. ഓക്കെ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 1. 1 റേഡിയസ് ആയിട്ട് എന്ത് വരയ്ക്കുക? ഒരു
1 റേഡിയസ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ ലോക്കസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, എന്താണ് 1 റേഡിയസ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കുക. അത് ലോക്കസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അതുവരെയുള്ള ആംഗിൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. എവിടുന്ന്, ഫ്രം പോസിറ്റീവ് റിയൽ ആക്സിസ്, പോസിറ്റീവ് റിയൽ ആക്സിസിൽ നിന്ന് ആ ആംഗിൾ വരെയുള്ള എന്ത്, റൂട്ട് ലോക്കസ് 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ ലോക്കസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുവരെയുള്ള ആംഗിൾ 1 റേഡിയസ് ആയിട്ടുള്ള, ഇങ്ങനെയാണ് റൂട്ട് ലോക്കസ് 1 റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ ഏത്, ലോക്കസിൽ അതായത് പോളാർ പ്ലോട്ടിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുവരെയുള്ള ആംഗിൾ റിയൽ ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ആ ആംഗിൾ ആണ് എന്ത്, 5GC അല്ലേ. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഒരു മൈനസ് വാല്യൂ ആയിരിക്കും വരുന്നത് അല്ലേ. 0 ആണ്, ഇത് -90 ആണ്, ഇത് -180 ആണ്. അപ്പൊ ഇതിനിടയിലുള്ള വാല്യൂ എന്തായിരിക്കും, ഒരു മൈനസ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, that 5GC കിട്ടും. Therefore phase margin is equal to 180 minus that value. Okay, for a system to be stable, gain margin and phase margin must be positive. Okay, system stable ആവണമെങ്കിൽ gain margin phase margin എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ if both the gain margin and phase margin are equal, then the system is marginally stable. If any one of them is negative, then the system is unstable. Okay, so this is the method to find gain margin and phase margin. എന്താണ് റൂട്ട് പോളാർ പ്ലോട്ട് നെഗറ്റീവ് റിയൽ ആക്സിസ് ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുവരെയുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ജി ഓഫ് ജെ ഒമേഗ, ആൻഡ് ഗെയിൻ മാർജിൻ ഈസ് ഈക്വൽ ടു 1 divided by that magnitude of g of j omega. That magnitude is at phase crossover frequency -180 degree. അപ്പോൾ corresponding frequency എന്നാണ് phase crossover frequency. ആ magnitude reciprocal ആണ് എന്ത്, gain margin. Okay, phase margin equal to 180 plus 5GC. 5GC എന്ന് പറയുന്നത് എങ്ങനെയാണ്, 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ. എന്താണ് 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ ലോക്കസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതുവരെയുള്ള ആംഗിൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് 5GC. ആൻഡ് 5GC എങ്ങനെ വേണം, ക്ലോക്ക് വൈസിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ, മെഷർ ചെയ്യാൻ. സോ പോസിറ്റീവ് റിയൽ ആക്സിന് ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുക. ആംഗിൾ ആണ് എന്ത്, 5GC. ആൻഡ് ഫേസ് മാർജിൻ ഈക്വൽ ടു 180 plus 5GC. That is a method for finding gain margin and phase margin from the polar plot.